ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് ഇന്നത്തെ ഗോൾഡ് അതുപോലെ തന്നെ യൂറോ യൂഎസ്ഡി നിഫ്റ്റി ഇതിൻ്റെ മൂന്നിൻ്റെ ഇന്നത്തെ ലെവൽസൊക്കെ നോക്കാം. മാർക്കറ്റ് ഓവറോൾ ബൈയിലേക്കാണോ അതോ സെല്ലിലേക്കാണോ സാധ്യത കൂടുതലെന്ന്. ഫസ്റ്റ് എപ്പോഴത്തേം പോലെ തന്നെ ഗോൾഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഇന്നലെ പറഞ്ഞു വേണ്ടുന്ന ലെവൽസൊക്കെ നോക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടിലും നല്ല ട്രേഡ് ഉണ്ടായിരുന്നു. ഗോൾഡിലായിരുന്നെങ്കിൽ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലായിരുന്നു സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കറക്റ്റായിട്ട് പ്രൈസ് അവിടെ നിന്ന് തന്നെയാണ് പോയിരിക്കുന്നത്. ഇനി യൂറോ യൂഎസ്ഡിയിലാണെങ്കിലും ആകെ ബൈ നോക്കാനായിട്ട് സാധ്യത ഉണ്ടായത് ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്കായിരുന്നു. അതിലേക്ക് വന്നതിന് ശേഷവും നല്ല എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കൗണ്ടർ ട്രെൻഡിൻ്റെ വ്യൂവും കറക്റ്റായിരുന്നു. പക്ഷേ ഞാൻ ആ മോർണിംഗ് വീഡിയോ ചെയ്ത ടൈമിൽ എന്താണ് തൊട്ടടുത്ത് മെയിൻ ലിക്വിഡിറ്റി ഉള്ളതുകൊണ്ടാണ് ഇവിടെ നിന്നൊരു ട്രേഡ് നോക്കേണ്ടതെന്ന് പറഞ്ഞത്. പക്ഷേ അതിലെ ഡയറക്ഷനും കാര്യങ്ങളും കറക്റ്റായിരുന്നു. ഇതിന് ശേഷമുള്ള മൈനർ ട്രെൻഡിലേക്കാണ് പ്രൈസ് താഴെ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ കറക്റ്റ് തന്നെയായിരുന്നു. ഇനി ഇന്നത്തെ ദിവസത്തെ സാധ്യതകൾ നോക്കാം കേട്ടോ. ഫസ്റ്റ് ഗോൾഡ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഇന്നലെ മാർക്കറ്റ് വന്നതിന് ശേഷം എന്താണ് ഈ മേജർ ഹൈന് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് ദിവസം ഇവിടുത്തെ ഒരു ബൈയിൽ ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തതിന് ശേഷമാണ് ഹൈന് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ ഒരു ബൈയിലേക്കുള്ളൊരു ട്രെൻഡ് കൺഫേം ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നൈറ്റായിരുന്നു നല്ലൊരു സെല്ല് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നത്തെ സാധ്യതകളും കൂടെ പറഞ്ഞുതരാം. ഇതിലെ ഫസ്റ്റ് ഒരു ഹൈ ആയിട്ട് വരുന്നത് ഈ ഒരു ഹൈ ആണ് വരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ. ഇനി ഇന്നത്തെ ദിവസത്തെ ഗോൾഡിൻ്റെ ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിലൊരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയാണ് കാണുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ദിവസം ബൈയിലേക്ക് നമുക്ക് നല്ല ട്രേഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം വന്ന് ലോയിന് ചേഞ്ച് ഓഫ് ക്യാരക്ടറും ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇന്നത്തെ ദിവസം ഏറ്റവും സാധ്യതയുള്ളതെന്ന് പറയുമ്പോൾ ഈ സെല്ലിലേക്കുള്ളൊരു ഫസ്റ്റത്തെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഇതിലേക്ക് വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു സെല്ല് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിലേക്ക് വന്ന് 1 മില്ലിലെ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നല്ലൊരു എൻട്രിക്ക് സാധ്യതയുണ്ട്. ട്രെൻഡ് റിവേഴ്സലാണ്. അതേപോലെ തന്നെ പിന്നീട് സെല്ല് നോക്കാനായിട്ട് പറ്റുന്നത് ഈ പ്രീമിയത്തിൽ ഈ ഒരു സെല്ലിംഗ് സോണുമാണ് കേട്ടോ. ഈ ഒരു സെല്ലിംഗ് സോണിലേക്ക് വന്നതിന് ശേഷം നമുക്ക് കൺഫർമേഷൻ കിട്ടിയാലും ഒരു എൻട്രി നോക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇന്നത്തെ ദിവസത്തെ രണ്ട് സാധ്യതകളെന്ന് പറഞ്ഞാൽ ഒന്ന് ഫസ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്ന് ഇവിടെ തന്നെ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ ഒരു സെൽ എൻട്രി നോക്കാം. ഇതെല്ലാന്നാണെങ്കിൽ ഈ പ്രീമിയത്തിൻ്റെ സെല്ലിംഗ് സോണിലേക്ക് വന്നതിന് ശേഷം ഒരു എൻട്രി നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി മാർക്കറ്റ് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്കൊക്കെ വന്നതിന് ശേഷം 50 മിനിറ്റ് തന്നെ ഒരു സെല്ലിലേക്ക് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ നമുക്കിത് മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് എടുത്ത് ഇതിനകത്തുനിന്ന് കൺഫർമേഷൻ നോക്കി സെല്ല് തന്നെ നോക്കി പോകാനായിട്ട് പറ്റും. ട്രെൻഡ് കൺഫേം ആവുകയാണെങ്കിൽ ഈ ഗോൾഡിൻ്റെ ഒക്കെ ചാർട്ട് പോലെ തന്നെ ആ ഗോൾഡിൻ്റെ ഇവിടെ നിന്നുണ്ടായിരുന്ന ട്രെൻഡ് പോലെ ബൈയിലേക്ക് ഉണ്ടായിരുന്ന ട്രെൻഡ് പോലെ ആ ഒരു ട്രെൻഡിൻ്റെ കണ്ടിന്യൂവേഷൻ നോക്കി നമുക്ക് ട്രേഡുകളെടുത്ത് പോകാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു സാധ്യതയാണ് വരുന്നത്. അത് ഇൻഡ്യൂസ്മെൻറ്റിൽ നിന്നാണെങ്കിലും ഈ സെൽ സോണിലേക്ക് വന്നതിന് ശേഷം മൈനർ ട്രെൻഡ് വരുവാണെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂവേഷൻ നോക്കി നമുക്ക് ട്രേഡ് എടുത്ത് പോകാനായിട്ട് പറ്റും കേട്ടോ. ഈ സാധ്യതയാണ് ഇപ്പോൾ ഗോൾഡിൽ വരുന്നത്. ഓവറോൾ സെല്ലിലേക്ക് തന്നെയാണ് ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ. ഇനി അതേപോലെ തന്നെ യൂറോ യൂഎസ്ഡിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ യൂറോ യൂഎസ്ഡിൽ ആ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്ത് നമുക്ക് ഇന്നലെ എൻട്രി ഉണ്ടായിരുന്നു. ഇതിന് ശേഷം വന്ന് ലോയിന് ബ്രേക്ക് ചെയ്ത് അപ്പോൾ ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യത അവിടെയും വന്നായിരുന്നു. പിന്നെ അതിനുശേഷം നോക്കുകയാണെങ്കിൽ നല്ലൊരു സെല്ലാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആ സെല്ല് വന്നിട്ട് ആ മേജർ ലോയിനെയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നോക്കി മാർക്കറ്റ് 2 ദിവസം ട്രേഡ് ചെയ്ത റേഞ്ചൊക്കെ നോക്കി ഒറ്റ ദിവസത്തെ ന്യൂസിൽ മേജർ ലോ വരെ ഇത് മൊത്തത്തിലൊരു സെല്ലിലേക്കുള്ളൊരു ട്രെൻഡായിട്ടാണ് മാറിയത്. ഇനിയിപ്പോൾ ഇതിനകത്ത് 1-2 ദിവസത്തേക്ക് ട്രേഡിനൊക്കെ സാധ്യതകൾ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നമുക്ക് ഇവിടുന്ന് കൗണ്ടർ ട്രെൻഡ് എന്ന രീതിയിൽ ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് കാണുമ്പോൾ നമുക്കറിയാം കൗണ്ടർ ട്രെൻഡ് എന്ന രീതിയിലാണ് ഇതിന് കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതൽ വരുന്നത് കേട്ടോ. ഇതിനകത്തുള്ള കറക്റ്റായിട്ടുള്ള ലെവൽസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ മാർക്കറ്റ് ഏറ്റവും ലോയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ യൂറോ യൂഎസ്ഡിയിൽ എന്താണ് ഇവിടുന്ന് ബൈയിലേക്ക് പോകുന്ന ഓരോ ലിക്വിഡിറ്റി എന്താണ് കൗണ്ടർ ട്രെൻഡ് എന്ന രീതിയിൽ നമുക്ക് എൻട്രീസ് നോക്കാനായിട്ട് പറ്റും. അങ്ങനെ നോക്കാനായിട്ട് പറ്റുന്ന ഫസ്റ്റത്തെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ബൈയിലേക്ക് വന്നിരിക്കുന്ന ലാസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത്. ഇനി ഇവിടുന്ന് ഹൈന് ബ്രേക്ക് ചെയ്താലായിരിക്കും നമുക്ക് നല്ലൊരു ഇൻഡ്യൂസ്മെൻറ്റ് ബൈയിലേക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് യൂറോ യൂഎസ്ഡിയിൽ ബൈയിലേക്ക് വന്ന് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് മാർക്ക് ചെയ്തിട്ട് ഇതിനകത്ത് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ബൈയിലേക്ക് നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. ഫസ്റ്റത്തെ കൗണ്ടർ ട്രെൻഡ് എന്ന രീതിയിൽ എൻട്രി നോക്കി പോകാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ തൊട്ട് താഴെ തന്നെ ഇവിടെ ഇൻഡ്യൂസ്മെൻറ്റും ഉണ്ട്. വേണമെന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കാം അല്ലേ. ഇതൊക്കെ ബൈയിലേക്കുള്ളൊരു ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഇതിലേക്ക് വന്നതിന് ശേഷം 1 മില്ലിൽ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ബൈയിലേക്ക് തന്നെ നോക്കി പോകാനായിട്ട് പറ്റും. ഇനി ഫസ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റിലേക്കൊക്കെ വന്നതിന് ശേഷം ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ക്രിയേറ്റ് ആവുന്ന ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ടാണെങ്കിലും ഒരു ട്രെൻഡ് കൺഫേം ആവുകയാണെങ്കിൽ നമുക്ക് ആ ട്രെൻഡിൻ്റെ കണ്ടിന്യൂവേഷൻ നോക്കിയും പിന്നെ ട്രേഡുകൾ നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ അല്ലേ. ഇതിനകത്ത് ഇപ്പോൾ വേറെ സെല്ലിലേക്കുള്ള ലെവൽസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ വളരെ മുകളിലാണ് വരുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ ചെറിയ ചെറിയ ട്രെൻഡുകൾ ക്രിയേറ്റ് ചെയ്ത് പോകാനാണ് സാധ്യതകൾ കൂടുതൽ. അപ്പോൾ നല്ല എൻട്രീസ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി കേട്ടോ. അത് കൗണ്ടർ ട്രെൻഡ് എന്ന രീതിയിലാണ് ഫസ്റ്റത്തെ ഒരു എൻട്രി വരുന്നത്. ഇത്രയും നല്ലൊരു സെല്ല് വന്നതല്ലേ. ഈ ഒരു സാധ്യതയാണ് ഇതിനകത്തുള്ളൂ. ആകെ ബൈയിലേക്ക് ഇവിടുത്തെ ഒരു ചെറിയ ട്രേഡൊക്കെ സാധ്യതയുള്ളൂ കേട്ടോ ബൈയിലേക്ക്. ഇനി അതേപോലെ തന്നെ നിഫ്റ്റീൻ്റെ കാര്യവും കൂടെ നോക്കാം. നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ നല്ല ട്രേഡോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ ദിവസത്തെ ബൈയിലേക്കുള്ള ലിക്വിഡിറ്റി എന്ന രീതിയിൽ മാർക്ക് ചെയ്യുവാണെങ്കിൽ ഏതാണ് വരുന്നത് നോക്കിയേ. നമുക്ക് ഫസ്റ്റ് ഇന്നത്തെ ദിവസം ഈ ഒരു ഹൈനെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ എന്താണ് നമുക്കിതിൻ്റെ ലോ ഒരു മേജർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് എടുക്കാം കേട്ടോ. ഇത് നമുക്കൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് എടുക്കാം.
ഇനി ഇതിന് ശേഷം എന്താണ് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണ് വരുന്നത്? ഇതൊക്കെ മൈനർ ഇൻഡ്യൂസ്മെൻറ്റുകളായിട്ടായിരിക്കും വരുന്നത്. അത് അത്രത്തോളം അഗ്രസീവായിട്ട് നോക്കണമെന്നില്ല കേട്ടോ. അത്രയും നല്ല കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ലോയിൽ ലിക്വിഡിറ്റിയിലേക്ക് വന്നതിന് ശേഷം എൻട്രി നോക്കിയാൽ മതി. ഒരു ഗ്യാപ്പ് അപ്പിലേക്ക് ഓപ്പൺ ചെയ്ത് പ്രൈസ് വരുവാണെങ്കിൽ ഇത് നമുക്ക് മേജർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് എടുക്കാം. ഇനി ഇവിടെ നിന്ന് ഗ്യാപ്പ് ഡൗണിലേക്ക് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. മൈനറാണ്, എന്നാലും കുറച്ച് സാധ്യതയുണ്ട്. അത്രത്തോളം അഗ്രസീവ് ആവേണ്ട, നല്ല കൺഫർമേഷനോ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം എൻട്രി നോക്കിയാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാം സെയിം ഡേയിൽ 5 മിനിറ്റിലെ ലിക്വിഡിറ്റിക്ക് അനുസരിച്ചൊക്കെ ട്രേഡുകൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും സാധ്യതകളാണ് ഇന്നത്തെ ദിവസം വരുന്നത്. അപ്പോൾ അത്ര ഓവറായിട്ട് അഗ്രസീവ് ആകാൻ പറ്റിയൊരു മാർക്കറ്റ് അല്ല. പിന്നെ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യത, ഈ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ സെല്ലിംഗ് സോൺ ഇതിൽ കുറച്ചും കൂടെ ഉണ്ട്. പിന്നെ യൂറോ യുഎസ്ഡിയിൽ നോക്കുകയാണെങ്കിൽ ഒരു കൗണ്ടർ ട്രെൻഡ് കേട്ടോ. അപ്പോൾ അത്ര അഗ്രസീവ് ആവണമെന്നില്ല, നല്ല ട്രേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളുള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടും തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തതുപോലെ നിങ്ങളുടെ ട്രേഡിങ്ങിനെ ഫ്രണ്ട്സിനിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും ശ്രമിക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.